മൃഗങ്ങളെ ജോലിക്കായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ പലപ്പോഴും അത്ഭുതമാണ് തോന്നാറുള്ളത്. പണ്ടുകാലത്ത് കൃഷിപ്പണിയിലും ഗതാഗതത്തിനും വേട്ടയാടാനുമെല്ലാം മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് മൃഗങ്ങളെ ജോലിക്കായി ഉപയോഗിക്കുന്നത് പലപ്പോഴും വിനോദത്തിനും കൗതുകത്തിനുമായി ചുരുങ്ങിയിരിക്കുന്നു. ജപ്പാനിലെ കയാബുക്കി ടാവൺ എന്ന റെസ്റ്റോറന്റിലെ കുരങ്ങന്മാരുടെ കഥ ഇതിനൊരു ഉദാഹരണമാണ്. ഇവിടെ ഉപഭോക്താക്കൾക്ക് ടവലുകളും പാനീയങ്ങളും നൽകുന്ന കുരങ്ങന്മാർ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. ഈ കുരങ്ങന്മാർക്ക് ശമ്പളമായി വാഴപ്പഴങ്ങളും സോയാബീൻസും നൽകിയിരുന്നത്രേ. മൃഗങ്ങളെ ജോലിക്കായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് സമൂഹത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ചിലർ ഇതിനെ ഒരു വിനോദമായി കാണുമ്പോൾ മറ്റു ചിലർ മൃഗങ്ങളോടുള്ള ചൂഷണമായി കരുതുന്നു. ഈ വിഷയത്തിൽ ഒരു തുറന്ന ചർച്ച അനിവാര്യമാണ്. മൃഗങ്ങളുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് നമുക്ക് വേണ്ടത്. മൃഗങ്ങളെ ജോലിക്കായി ഉപയോഗിക്കുന്നതിലെ ധാർമ്മികതയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മനുഷ്യന്റെ വിനോദത്തിനും ലാഭത്തിനുമായി മൃഗങ്ങളെ ഉപയോഗിക്കുന്നത് എത്രത്തോളം ശരിയാണ്? മൃഗങ്ങൾക്കും അവരുടേതായ അവകാശങ്ങളും സ്വാതന്ത്ര്യവുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ വിനോദത്തിനും കൗതുകത്തിനുമായി മൃഗങ്ങളെ ഉപയോഗിക്കുമ്പോൾ അവയുടെ ക്ഷേമത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. മൃഗങ്ങളോടുള്ള സ്നേഹവും കരുണയും വളർത്തുകയും അവയെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്.